32 സങ്കീർത്തനം 8 തിരുവചനം. സങ്കീർത്തനം 32:8 വായിച്ചോളൂ. ഞാൻ നിന്നെ ഉപദേശിക്കാം. ഏറ്റു പറഞ്ഞേ. ഞാൻ നിന്നെ ഉപദേശിക്കാം. നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. ഞാൻ നിന്റെ മേൽ ദൃഷ്ടിയുറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. എന്നാ ഇന്റിമസിയാ. നമ്മളോട് ഏറ്റവും അടുപ്പമുള്ളവർ നമ്മുടെ കണ്ണെ നോക്കിയിട്ട് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് എന്ത് ഇൻറ്റിമസി ഫീൽ ചെയ്യും. ദൈവം അങ്ങനെയാണ്. ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്ന വഴികൾ സിമ്പിളായ വഴികളാണ്. ഞാൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എന്താ കാരണം? 21 ലക്ഷത്തോളം മനുഷ്യരെ ഈ ജന്മത്തിൽ കൗൺസിൽ ചെയ്താണ്. 21 ലക്ഷം മനുഷ്യരെ. അച്ഛനായിട്ട് 5 ദിവസം പോലും എനിക്ക് വെറുതെ പോയിട്ടില്ല. പിറ്റേ ദിവസം തുടങ്ങിയതാണ് ശുശ്രൂഷ. പല ശുശ്രൂഷകളിൽ അവസാനമാണ് ദൈവം ഉടമ്പടി തന്നത്. അതിനുള്ളിൽ എത്രയോ ശുശ്രൂഷകൾ നടന്ന് കടലിൽ 10 കൊല്ലം കൺവെൻഷൻ വരെ നടത്തി. 10 കടലില്ലേ, കടപ്പുറത്തല്ല, കടലില്ലേ. ഓരോരോ കാലത്ത് കർത്താവ് പറയുന്ന ഓരോ ശുശ്രൂഷ. ഒരു കാലത്ത് ഇവിടെ അഖണ്ഡ ജപമാലയായിരുന്നു. 1000 മണിയുടെ ജപമാല. 1000 മണിയുടെ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് പോപ്പ് ജോൺ പോള് ജപമാല വർഷം പ്രഖ്യാപിച്ചത്. എൻ്റെ ജന്മത്തിൽ ഞാൻ കർണക്കൊന്ത ചൊല്ലിയിട്ടില്ല, ചൊല്ലുകയുമില്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? കർണക്കൊന്ത ചെല്ലുന്നവർ ചൊല്ലിക്കോ, പക്ഷേ അതൊരിക്കലും നിങ്ങളെ യഥാർത്ഥ കൊന്തയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. ചില ആൾക്കാർ, ചില കുടുംബങ്ങൾ മുടിഞ്ഞു പോകാൻ കാരണം അവർ യഥാർത്ഥ കൊന്തയ്ക്ക് പകരം കർണക്കൊന്ത ചൊല്ലിയിട്ടാണ്. എന്താ കാര്യം? ഒന്നാമത്തെ വിശ്വാസത്തിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടാകണം. കർണക്കൊന്തയിൽ എന്താ പറയുക? ഒൺലി പാഷൻ ഈസ് നറേറ്റിംഗ് ദെയർ. കർത്താവ് ഈശോ മിശിഹായുടെ പീഡാനുഭവങ്ങളെ ഓർത്ത് എന്നോടും ലോകത്തോട് മുഴുവനും കരുണയുണ്ടാകണം. അത്രയേ ഉള്ള സംഭവം. അതൊരു 20 പ്രാവശ്യം ചൊല്ലിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ 100 പ്രാവശ്യം ചൊല്ലിക്കഴിയുമ്പോൾ ആ പ്രാർത്ഥന തീർന്നു. പക്ഷെ നിങ്ങൾ എന്താ ചെയ്തത്? ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാണത് ബേസിക്കായിട്ട്. എന്താണ് അവിടെ നമ്മൾ വിശ്വാസത്തിൻ്റെ ഏത് രഹസ്യമാണ് അവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്? ഒൺലി പാഷൻ. കർത്താവിൻ്റെ പീഡാനുഭവം മാത്രമാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ മഹാരഹസ്യങ്ങൾ പീഡാനുഭവം ഒരു കഷ്ണം മാത്രമാണ്. നമ്മൾ പീഡാനുഭവത്തിലൊന്നുമല്ല വിശ്വസിക്കണത്. പീഡാനുഭവം പ്രഖ്യാപിക്കുകയാണ് നമ്മൾ ചെയ്യണത്. പീഡാനുഭവം പ്രഖ്യാപിക്കും. കർത്താവിൻ്റെ മരണം നമ്മൾ പ്രഖ്യാപിക്കും. പിന്നെന്താണ് വിശ്വസിക്കണത്? എന്തിനാണ്? പീഡാനുഭവത്തിലല്ല, ഉയർപ്പിലാണ് വിശ്വസിക്കണത്. കർണക്കൊന്തൽ എവിടെയാണ് ഉയർപ്പ് പറയണത്? ഒരിക്കലും പറയണില്ല. ഉയർപ്പ് പറയാത്തിടത്തോളം കാലം ഒരു പ്രാർത്ഥനയിൽ ശരിക്കും പറഞ്ഞാൽ അത് പ്രാർത്ഥനയുടെ സമ്പൂർണമായ ഫോർമുല ഉള്ളതല്ല. നിങ്ങൾ ചെല്ലണമെന്ന് ഞാൻ പറയത്തില്ല. പാപകരമായ അവസ്ഥയിലുള്ളപ്പോൾ ചെല്ലാൻ പറ്റിയ ഒരു പ്രാർത്ഥനയാണ്. പക്ഷേ അത് വെച്ച് നിങ്ങൾ സമ്പൂർണ്ണ ജപമാല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. ചില കുടുംബങ്ങളിലെ അട്ടിരിക്കുകയാണ്. എന്താ കാര്യം? ഇവർ യഥാർത്ഥ ജപമാല ഉപേക്ഷിച്ചിട്ട് എന്താണ് ബിരിയാണി മാറ്റിയിട്ട് അച്ചാർ കഴിച്ച പോലെ അവസ്ഥയാണ്. കാര്യം അറിയാൻ പാടില്ല ചെയ്താ. യഥാർത്ഥ ജപമാലയിൽ എന്തെല്ലാം ഉള്ളത്? കർത്താവിൻ്റെ ജനനം തൊട്ട് പരസ്യജീവിതം തൊട്ട് പീഡാനുഭവം തൊട്ട് കുരിശുമരണം കൂടി അവൻ വീണ്ടും വരവ് വരെ അതിനകത്തുണ്ട്. അപ്പം സമ്പൂർണമായ ജപമാലയാണ് പ്രകാശത്തിൻ്റെ ദിവസം ഉൾപ്പെടെയുള്ളത്. അപ്പം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന സഭ ഇതുപോലെ മിസ് ഗൈഡൻസ് വരും. സഭയിൽ ഒത്തിരിയേറെ പ്രാർത്ഥനാ രൂപങ്ങളുണ്ട്. അതൊക്കെ സഭ ഒത്തിരി പഠിച്ചും പ്രാർത്ഥിച്ചുമൊക്കെ തന്നെ സ്ഥാപിച്ചിരിക്കുന്നതാണ്. പക്ഷെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ അവസ്ഥ കൂടി നമ്മൾ നോക്കണം. ഞങ്ങളിവിടെ 1000 മണിയുള്ള ജപമാല ജോൺ പോൾ മാർപ്പാപ്പ ജപമാല വർഷം സ്ഥാപിക്കുന്ന മുമ്പ് തന്നെ അമ്മ ഞങ്ങളോട് പറഞ്ഞതാണ്. 1000 മണിയുള്ള ജപമാല ഇവിടെ 5 വർഷം അടുപ്പിച്ച് ചൊല്ലി. 2004 ആയപ്പോൾ അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ടു. അപ്പോഴെന്തുകൊണ്ടാണ്? 24 മണിക്കൂറും ജപമാല അണമുറിയാതെ രാത്രിയും പകലുമില്ലാതെ ചൊല്ലിയതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് റാലിയൊക്കെ വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ റാലിക്ക് വരുന്നില്ലേ? 2 ലക്ഷം പേരും 3 ലക്ഷം പേരല്ലേ റാലിക്ക് വരണത്? അന്ന് തുടങ്ങിയതാ.
ഓരോരോ കാലത്തും. പക്ഷേ അപ്പോഴും നാം മനസ്സിലാക്കണം, അതൊക്കെ ഒരു ബേസിക്സാണ്, അടിത്തറകൾ. പക്ഷേ ഇത് മേലോട്ട് പണിയണമെന്നുണ്ടെങ്കിൽ ആ അത്തരം കൊണ്ട് ഏറ്റുപറയണമൊക്കെ ഹൃദയത്തിൽ വിശ്വസിക്കണം. ഹൃദയത്തിൽ വിശ്വസിക്കണമൊക്കെ പ്രവർത്തികൾ നീതീകരിക്കപ്പെടണം. റോമ 10:9 യാക്കോബ് 2:19 കൂടി കൂട്ടിവെക്കുമ്പോഴാണ് വിശ്വാസം നടപടി പൂർണ്ണമാകണത്. റോമ 10:9 എന്താ പറയണത്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുന്നു, ദൈവനെ മരിച്ചോന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്നവരെന്ത് ചെയ്യണം? വിശ്വാസം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെടണം. പ്രവൃത്തി വേണം. അത് യാക്കോബ് 2:17. അപ്പോൾ ഇത് രണ്ടും കൂടി ലിങ്ക് ചെയ്യുമ്പോഴാണ് എന്തുകൊണ്ടാണ് ഉടമ്പടി കത്താൻ കാരണം. പെട്ടെന്ന് മുമ്പും പുറം നോക്കാതെ ഇത് കത്തിപ്പടരാൻ കാരണം ഇതിൻ്റെ സത്യസന്ധമായ ഫോർമുലയാണ്. അത് വൃത്തിയും മെനയുമായിട്ട് ആരാണ് മനസ്സിലാക്കുന്നത്? അവർ ദൈവസ്നേഹം നിറഞ്ഞ് ദൈവവിശ്വാസ പ്രേരിതരായി ഇത് സുവിശേഷത്തിന് സാക്ഷിയായി കഴിയുമ്പോൾ നമ്മൾ ആരുടെ സപ്പോർട്ടില്ലാതെ തന്നെ ഇത് സെൽഫായിട്ട് കത്താൻ തുടങ്ങും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടിയുടെ ജീവൻ വിവേചിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് പ്രയോഗിക്കുവാൻ ഞങ്ങളെ അന്തർജ്ഞാനത്താൽ അഭിഷേകം ചെയ്യണം. ശ്രദ്ധിക്കട്ടെ. മുന്നേറിക്കൊണ്ട് ഞങ്ങളെ സാക്ഷികളായി നീ വരൂ ദൈവകാരുണ്യമേ, നീ വരൂ ദിവ്യകാരുണ്യമേ, നീ വരൂ ദൈവകാരുണ്യമേ. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ. ഇതുപോലെ വിശ്വാസ സ്ഥിരീകരണത്തിൻ്റെ മറ്റൊരു ജോലിയാണ് ദൈവാനുഭവത്തിൻ്റെ സാക്ഷ്യപ്പെടുത്തലുകൾ. ഉടമ്പടിയുടെ മെയിൻ സംഭവമാണ് ദൈവാനുഭവത്തിൻ്റെ സാക്ഷ്യപ്പെടുത്തലുകൾ. അത് വിശ്വാസത്തിൻ്റെ സ്ഥിരീകരണത്തിൻ്റെ ഏറ്റവും വലിയ കടുത്ത പ്രയോഗമാണ്. അതായത് നിങ്ങളെപ്പോഴും കണ്ണീരോടെ പ്രാർത്ഥിക്കേണ്ട, കർത്താവേ നിന്നെ സാക്ഷ്യപ്പെടുത്താൻ, നിൻ്റെ മഹത്വം സാക്ഷ്യപ്പെടുത്താൻ എന്നെ സഹായിക്കണമേ, എന്നെ നിൻ്റെ സാക്ഷിയായി മാറ്റണമേ. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന സാക്ഷ്യം, 1 കൊല്ലമായി ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു ഈ അൾത്താരെ കയറി ഒരു സാക്ഷ്യം പറയാൻ വേണ്ടി. 1 കൊല്ലമായി, അങ്ങനെയാണ് അവർ തുടങ്ങണം. 1 കൊല്ലമായി ഞാൻ പ്രാർത്ഥിക്കരുത്. വേറെ ഒരു ലേഡി പറഞ്ഞത്, ഞാൻ സ്വപ്നം കണ്ടായിരുന്നു കൃപാസന അൾത്താരെ കയറി സാക്ഷ്യം വഹിക്കാൻ വേണ്ടി. അതെന്താ സംഭവിച്ചാൽ, നിങ്ങൾക്ക് കിട്ടിയ സാക്ഷി, ഇപ്പം നിങ്ങളിവിടെ 2000-3000 പേരുണ്ട്, അതല്ല. ഇത് കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ ആഴ്ചയിൽ, കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ പറഞ്ഞ ഒരു സാക്ഷ്യം ആൾക്കാർ ഇപ്പോൾ കൂടിയിരിക്കുന്നത് 2,00,000 ആൾക്കാർ ആ സാക്ഷ്യം കണ്ടു. ലോകത്തിലുള്ള എമ്പാടുമുള്ള 2,00,000 പേരാണ് ആ സാക്ഷ്യം കണ്ടത്. എന്ത് സംഭവിച്ചിരിക്കണത്? ആ 2,00,000 പേരിലേക്ക് എന്ത് പറ്റി? സുവിശേഷം പ്രസരിക്കും. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ആ 2,00,000 പേരിലേക്കാണ് നിങ്ങൾ കൊടുക്കുന്നത്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഒരു ജന്മം കൊണ്ട് ഒരു 2,000 പേരെ പോലും നിങ്ങൾക്ക് സുവിശേഷത്തിലേക്ക് ചെയ്യാൻ പറ്റത്തില്ല, അല്ലേ? എന്ത് പാടാണ്. ഒരു 2,000 പേരെങ്കിലും നിങ്ങൾക്ക് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയണമെങ്കിൽ നിങ്ങൾ എത്ര പേരോട് പറഞ്ഞു കാണും? വളരെ കുറച്ച് പേരോടെ പറഞ്ഞു കാണത്തുള്ളൂ. അങ്ങനെ പറയണമെങ്കിൽ, മറ്റുള്ളവരോട് പറയണമെങ്കിൽ പ്രത്യേക അഭിഷേകം നമുക്ക് വേണം.
ഇപ്പം ചില ആൾക്കാരൊക്കെ പല സഭയുടെ ഉന്നതമായ യൂണിവേഴ്സിറ്റികളിലൊക്കെ പോയി സുവിശേഷത്തെക്കുറിച്ചൊക്കെ ഡോക്ടറേറ്റ് എടുക്കും. അവർ വിമാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ സഭയ്ക്ക് 10, 20, 30 ലക്ഷം രൂപയൊക്കെയാണ് ഒരു ഡോക്ടറേറ്റിന് വേണ്ടി ഒരു വിദ്യാർത്ഥിനെ പഠിപ്പിച്ചെടുക്കണമെങ്കിൽ. പക്ഷെ അവർ വിമാനത്തിൽ ഇരിക്കുമ്പോൾ പോലും അടുത്തിരിക്കുന്ന ആളിനോട് യേശുവിനെക്കുറിച്ച് പറയത്തില്ല. അതാണ് പ്രശ്നം. സഭ 30 ലക്ഷം രൂപ മുടക്കി ഡോക്ടർമാരുണ്ടാക്കിയതാണ്. പക്ഷേ അടുത്തിരിക്കുന്നവനോട് അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കണമെന്ന് അവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാണ് യഥാർത്ഥത്തിൽ അഭിഷേകമുള്ളവർ. മറ്റുള്ളവർ അതൊരു പ്രൊഫഷനായിട്ട് എടുത്തിരിക്കുക. ക്രിസ്തുവിനെ പഠിക്കണത് എന്തിനാണ്? ക്രിസ്തുവിനെ കൈമാറാനാണ്. കൈമാറാനല്ലാതെ ക്രിസ്തുവിനെ പഠിക്കണത് എന്തിനു വേണ്ടിയാണ്? അതാണ് പ്രശ്നം. ക്രിസ്തുവിനെ കൈമാറാനല്ലാതെ പഠിക്കണത് എന്തിനാണ്? ചില ആൾക്കാർ ചില വീടുകളിലൊക്കെ ചിലരൊക്കെ MBBS പോകും. എന്നിട്ട് അവർ തന്നെ പറയും, ഞങ്ങൾക്ക് ഡോക്ടറായിട്ട് കാര്യമൊന്നുമില്ല. കാര്യം എന്താണ്? 10 തലമുറക്ക് തിന്നാനുള്ളത് ഞങ്ങളുടെ വീട്ടിൽ കിടപ്പുണ്ട്, പിന്നെ ഞങ്ങളെന്തിനാണ് ജോലിക്ക് പോകുന്നത്? പിന്നെ ഒരു ആഡംബരത്തിന്, ആധ്യാത്മികമായ കാര്യങ്ങൾ ചെയ്യുന്ന ആഡംബരത്തിനല്ല, അത് അഭിഷേകത്തിനും വിശ്വാസ കൈമാറ്റത്തിനും വേണ്ടിയാണ്. പക്ഷെ ചില മനുഷ്യർ അടുത്തിരിക്കുമ്പോൾ തന്നെ ഒരു ഡോക്ടറേറ്റും ഇല്ല, അവർക്ക് അറിവുമില്ല അവർക്ക്. പക്ഷെ അവർ കർത്താവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും, മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കും, മറ്റുള്ളവരോട് യേശുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. യേശുവിനെക്കുറിച്ച് ഈ ജന്മത്തിൽ, ഈ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞില്ലെങ്കിൽ ഈ ജീവിതം ഞങ്ങൾക്ക് ജീവിക്കാത്ത പോലെയാകും. കാര്യം അവരുടെ ഉള്ളിൽ നിന്നൊരു തള്ളിച്ചയാണ്. അവർക്ക് ദൈവസംഘം നിറഞ്ഞിട്ട് അഭിഷേകം കിട്ടിയിരിക്കുകയാണ് കർത്താവിനെ കൈമാറാൻ വേണ്ടി. ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവ് ദൈവമേ, അങ്ങേ കൈമാറാൻ അൾട്ടിമേറ്റ് ആത്യന്തികമായ എൻ്റെ ജീവിത ലക്ഷ്യമായി സുവിശേഷ കൈമാറ്റത്തിനായി എന്നെ അഭിഷേകം ചെയ്യണം. സന്തോഷത്തോടെ നീ വരൂ, നീ വരൂ ദിവ്യകാരുണ്യമേ, നീ വരൂ ദൈവകാരുണ്യമേ. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ.